തിരുവനന്തപുരം വഞ്ചിയൂർ പോലീസ് അതിർത്തിയിൽ പാൽക്കുളങ്ങരയിൽ ഇന്നലെ വിശാഖ് എന്ന 42കാരനെ 3 പേർ വെട്ടിക്കൊലപ്പെടുത്തി. ഇത് തിരുവനന്തപുരം നഗരത്തെ ഞെട്ടിച്ചു കളഞ്ഞു. പകൽ 1:30 മണിക്കാണ് 42 വയസ്സുകാരനായ വിശാഖിനെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ ചമ്പക്കട തൈവിളാകത്തെ വീട്ടിൽ ചന്ദ്രശേഖരൻ നായരുടെയും കുമാരി ശൈലയുടെയും മകനായ വിശാഖ് എന്നയാളെ ആണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. ഒരു കാറ് വന്ന് വിശാഖിൻ്റെ അടുത്ത് നിന്നു. അപ്പോൾ തന്നെ അയാൾക്ക് അപകടം മണത്തു. അയാൾ ഓടാൻ ശ്രമിച്ചു. കാറിൽ നിന്ന് ഇറങ്ങിയ 3 പേര് അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഓടി വെട്ടി വീഴ്ത്തി. ഇത് CCTV ദൃശ്യത്തിലൊക്കെ നമുക്ക് കാണാം. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അത് വലിയ മാരകായുധങ്ങൾ കൊണ്ട് വെട്ടി വീഴ്ത്തുന്നു. ഇത് കണ്ട് അയാളുടെ അമ്മ കുമാരി ശൈല അവിടെ ഓടിയെത്തി. അവിടെ കിടന്ന് നിലവിളിച്ചു. വെട്ടുകൊണ്ട് തറയിൽ കിടക്കുന്ന മകൻ വെള്ളം ചോദിച്ചു. അമ്മ വെള്ളം എടുക്കാൻ പോയി പെട്ടെന്ന് വെള്ളം എടുത്തുകൊണ്ട് വന്നു. ആരും ആ സീനിലൂടെ വന്നില്ല, ഭയപ്പെട്ട് കാരണം. പക്ഷേ പെട്ടെന്ന് തന്നെ വഞ്ചിയൂർ പോലീസ് അവിടെ എത്തി. അയാളെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. പക്ഷേ വെള്ളം ചോദിച്ചിട്ട് വെള്ളം കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അത് മരണസമയത്തുള്ള ആ ദാഹം. പക്ഷേ അമ്മ വെള്ളം കൊടുത്തോന്നുള്ള കാര്യം ഒന്നും വെളിയിലിട്ട് കണ്ടില്ല ഞാൻ. അതിദാരുണമായ രീതിയിൽ ഒരു മനുഷ്യനെ വെട്ടിക്കൊല്ലുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ആ കാറ് തന്നെ അവർ മടങ്ങി ഓടിപ്പോയി. ആ കാറ് പിന്നീട് പുലനാക്കോട്ടയുടെ ക്യാമ്പസിനകത്ത് കാട് പിടിച്ച് കിടക്കുന്നിടത്ത് കാറ് കണ്ടു. കാറ് പെട്ടെന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതിനകത്ത് 2 വെട്ടുകത്തികൾ കിടന്നിരുന്നു. അത് ചാലയിൽ നിന്ന് അടുത്ത ദിവസം വാങ്ങിച്ചതാണ് കൊല്ലാൻ വേണ്ടിയിട്ട്. പോലീസ് ആ കാട് മുഴുവൻ പരതി പ്രതികളെ 3 പേരെയും അവിടുന്ന് കസ്റ്റഡിയിലെടുത്തു. അവരെ കയ്യിൽ കൊല്ലാൻ ഉപയോഗിച്ച ആയുധങ്ങൾ അടുത്തുണ്ടായിരുന്നു. അതും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതിദാരുണമായ ഒരു കൊലപാതകത്തിൻ്റെ കാരണം ഇവർ തമ്മിൽ ചില വസ്തുക്കളെ പറ്റി തർക്കമുണ്ടായിരുന്നു. അതിൽ ചില അടിപിടിയൊക്കെ ഉണ്ടായി. അതിനകത്ത് വിശാഖ് ഇവരെ മർദ്ദിച്ചു. വിശാഖിനെ പ്രദീപ് കൊടുത്ത പരാതിയിൽ വിശാഖിനെ ശിക്ഷിച്ചിരുന്നു. അയാൾ കുറച്ച് ദിവസം ജയിലിൽ കിടന്ന ശേഷം മടങ്ങി വന്നു. ഏതായാലും 3 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആ 3 പേര് ഗുണ്ടകളാണ്. അതിൽ ഒരാൾ വളരെയധികം കേസുകൾ ചെയ്തൊരു ഗുണ്ടയാണ്. പാൽക്കുളങ്ങര ചമ്പക്കട സ്വദേശി തന്നെയായ പ്രദീപ് എന്ന 39കാരൻ. പിന്നെ കരിക്കകം കടയിൽ വീട്ടിലെ ശിവപ്രസാദ്, അയാൾക്ക് 39 വയസ്സാണ്. പച്ചല്ലൂരുള്ള തോപ്പടി ആറ്റരികത്ത് വീട്ടിലെ റാസി, അയാൾക്ക് 35 വയസ്സ്. ഇവരെ 3 പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ജയിലിൽ നിന്ന് ശിക്ഷ അനുഭവിച്ചിട്ട് ഇതേ ഗുണ്ടകളുടെ അല്ലെങ്കിൽ പ്രദീപിൻ്റെ പരാതിയിൽ തന്നെയായിരുന്നു കൊല്ലപ്പെട്ട ആൾക്ക് വിശാഖിന് ശിക്ഷ ലഭിച്ചത്. ശിക്ഷ കഴിഞ്ഞ് അടുത്ത ദിവസം വന്നതേ ഉള്ളൂ. പ്രതികൾ ഇയാളെ കൊന്നുകളയുമെന്ന് പറഞ്ഞ വിവരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു. ആ വിവരത്തിന് വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അമ്മയും കൂടെ പോയി കൊടുത്തു. മകനെ വെട്ടിക്കൊല്ലും, അതുകൊണ്ട് പോലീസ് സംരക്ഷണം വേണം എന്ന് തന്നെയാണ് മരണത്തിന് ഒരാഴ്ച മുമ്പ് കൊണ്ടുപോയി പരാതി കൊടുത്തത്. അതുപോലെ തന്നെ പരാതി തിരുവനന്തപുരം കമ്മീഷണർക്കും കൊടുത്തു. തൻ്റെ മകനെ കൊല്ലും, പോലീസ് സംരക്ഷണം വേണം. സംരക്ഷണമൊന്നും ലഭിച്ചില്ല. അവർക്കൊരു മറ്റൊരു പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്തില്ല. അതുതന്നെയല്ല, അവർ കോടതിയിലും പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പരാതി കൊടുത്തു. അതിനുശേഷമാണ് ഈ ദാരുണമായ കൊലപാതകം. തന്നെ കൊല്ലും എന്ന് അദ്ദേഹത്തിന് പൂർണ്ണമായ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കാർ അടുത്ത് വന്നപ്പം അദ്ദേഹം ഓടിയത്. അദ്ദേഹത്തിനോട് ചേർന്ന് കാറ് നിർത്തിയപ്പം തന്നെ അപകടം മണത്തു. പുള്ളി ഓടാൻ ശ്രമിച്ച് ഇവർ കാറിൽ നിന്നിറങ്ങി ഓടി വെട്ടി വീഴ്ത്തുകയായിരുന്നു ചെയ്ത്. അത് ദാരുണമായ കൊലപാതകം നമ്മൾ ഉച്ചയ്ക്ക് 1:30 മണിക്ക് പട്ടാപ്പകൽ നട്ടുച്ചയ്ക്ക് നടക്കുന്നു. ഈ ഗുണ്ടകളെയൊക്കെ ഒതുക്കി നിർത്തണ്ടേ? ഈ ഗുണ്ടകളൊക്കെ പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്ത് നിർത്തണ്ടേ? പുതിയ ഗവൺമെൻറ് വന്നിട്ട് അടിയന്തരമായി ചെയ്യേണ്ടത് സംസ്ഥാനത്തെ ഗുണ്ടകളെയെല്ലാം, അത് ഇവിടം വിട്ടാലും ശരി, മറ്റു പല ഗുണ്ടകളും ഇപ്പം കർണാടകയിലും മറ്റു പല സ്ഥലത്തും ഡൽഹിയിലൊക്കെ പോയിട്ടുണ്ട്. എവിടെയായാലും ശരി അവരൊക്കെ കാപ്പല്ല. അവരുടെ കേസുകൾ പ്രോസിക്യൂഷൻ കൃത്യമായിട്ട് നടത്തി ഇവരെ ശിക്ഷിച്ച് 8-10 വർഷം ജയിലിലിടണം.
അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ കാപ്പ എടുത്ത് പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്തിട്ടൊന്നും ഒരു പ്രയോജനമില്ല. കേസുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ കേസ് പ്രോസിക്യൂഷൻ നന്നായിട്ട് പോലീസ് നടത്തണം. അതിന് പ്രോസിക്യൂഷന് ചില പുതിയ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാകണം. ഗവൺമെൻറ് വക്കീലന്മാർ മാത്രം ഉദ്ദേശിച്ചാൽ നടക്കില്ല. ആ കേസ് ചാർജ് ഷീറ്റ് കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥൻ ആ കേസിൻ്റെ ട്രയൽ തീരുന്നിടം വരെ അല്ലെങ്കിൽ സാക്ഷികളെ വിസ്തരിക്കുന്ന സമയത്തെല്ലാം കോടതിയിൽ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ സാക്ഷികൾ ഭയമില്ലാതെ കാര്യങ്ങൾ സത്യം വെളിയിൽ പറയുകയുള്ളൂ. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഗവൺമെൻറ് ഇതിനൊക്കെ പ്രതിവിധി ഉണ്ടാക്കണം. അത് ചെയ്തില്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭരണം മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.